റീസെന്റ് Canon എനിക്കൊരു മെസ്സേജ് അയച്ചു. അതായത് അവരുടെ ഒരു വ്ളോഗിംഗ് ക്യാമറ ഉണ്ട്, ഒരു കോമ്പാക്ട് ക്യാമറ ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന്. ആൻഡ് ഐ സെഡ് യെസ്. ഇതാണ് Canonന്റെ പവർ ഷോട്ട് V10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമറ. നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഇതൊരു ക്യാമറ ആയിട്ട് തോന്നൂല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യാനായിട്ട് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വെർസറ്റൈൽ ക്യാമറ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിന്റെ വിശേഷങ്ങളാണ് നോക്കാൻ പോണത്. ആദ്യം തന്നെ ഫിസിക്കലി നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഒരു ക്യാമറ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 211 ഗ്രാം മാത്രമാണ് വെയിറ്റ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ബിൽറ്റ് ഇൻ ആയിട്ട് ഒരു സ്റ്റാൻഡും അതുപോലെ തന്നെ 180 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടച്ച് സ്ക്രീനും കൂടി Canon കൊടുത്തിട്ടുണ്ട്. 4K UHD 30 FPS നമുക്ക് ഇതിനകത്ത് മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. 13.1 മെഗാ പിക്സലിന്റെ 24.4 mm ഒരു CMOS സെൻസറാണ് വരുന്നത്. ഇതിനകത്ത് ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വൈഡസ്റ്റ് ആയിട്ടുള്ള ആംഗിളിലായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുക. നമ്മുടെ Canonന്റെ എല്ലാ ക്യാമറയ്ക്കകത്തും ഉള്ളതുപോലെ തന്നെ ഫേസ് ട്രാക്കിങ്ങും സ്മൂത്ത് സ്കിൻ ടോണും അങ്ങനെയുള്ള പല ഫീച്ചേഴ്സും വരുന്നുണ്ട്. കാര്യം നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് എവിടെ വേണമെങ്കിലും നടന്നും ഓടിയും ചാടിയൊക്കെ വ്ളോഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സ്കിന്നും സ്മൂത്ത് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റിങ്ങും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓട്ടോമാറ്റിക് ആയിട്ട് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന മൂവി മോഡ് എന്നിങ്ങനെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് Canonന്റെ ഒരു ലെൻസ് കാണാനായിട്ട് പറ്റും. 6.6 mm ഒരു അൾട്രാ വൈഡ് ലെൻസ് ആണ്. അതുപോലെ തന്നെ അപ്പേച്ചർ നോക്കുന്ന സമയത്ത് f2.8 ആണ്. അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു റെക്കോർഡ് ആൻഡ് പോസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ഒരു ബട്ടണിൽ ഒരു തവണ അമർത്തി കഴിഞ്ഞാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു ബട്ടണിൽ ഒരു തവണ വീണ്ടും അമർത്തി കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു USB-C കൊടുത്തിട്ടുണ്ട്. ഈ ഒരു USB-C നമ്മുടെ ക്യാമറ ചാർജ് ചെയ്യാനും അത് മാത്രമല്ല ഈ ഒരു ക്യാമറയുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ജസ്റ്റ് ഈ ഒരു USB-C to A കേബിൾ വെച്ച് കണക്ട് ചെയ്ത് വെബ് ക്യാം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലൈവ് സ്ട്രീം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വെബ് ക്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കിടിലൻ ക്യാമറയാണ് നമുക്ക് വെബ് ക്യാം ആയിട്ട് യൂസ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഒരു തരത്തിലും ഡ്രൈവേഴ്സ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ. ഇതിന് USB കേബിൾ വെച്ച് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്താൽ മതി, ഡൺ. റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ HDMI പോർട്ടും അതുപോലെ തന്നെ നമ്മുടെ മൈക്ക് പോർട്ടും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും എക്സ്റ്റേണൽ മൈക്ക് വല്ലതും ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കണക്ട് ചെയ്യാം. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മൗണ്ട് കൊടുത്തിട്ടുണ്ട്, ഒരു സ്ക്രൂ പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രൈപോഡിലോ എവിടെയെങ്കിലുമൊക്കെ മൗണ്ട് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ മൗണ്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. ഏറ്റവും ടോപ്പ് സൈഡിൽ നമ്മുടെ മൈക്രോഫോണും അതുപോലെ തന്നെ സ്പീക്കർ വെൻസും കാണാൻ പറ്റും. പുറകിലേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ സ്ക്രീൻ. അതൊരു 180 ഡിഗ്രി നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീനാണ്. ഭയങ്കര ഉപകാരമുള്ളൊരു സാധനമാണ്. എനിക്ക് തോന്നുന്നു Canonന്റെ ക്യാമറ സീരീസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്ലിപ്പ് സ്ക്രീൻ Canon ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാര്യം വേറൊരാളുടെ സഹായം വേണ്ട നമുക്ക് വീഡിയോ എടുക്കാനായിട്ട്. ഇനി ഇതിനകത്തുള്ള ബട്ടൺസ് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പവർ ബട്ടൺ കാണാൻ പറ്റും. പവർ ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു LED ഇൻഡിക്കേറ്റർ. നമ്മൾ ക്യാമറ ഓൺ ആക്കുന്ന സമയത്ത് ആ ഒരു ലൈറ്റ് കത്തും. അതിന് തൊട്ട് താഴെ നമ്മുടെ പ്ലേ ബാക്ക് ബട്ടൺ, അതുപോലെ തന്നെ ഇൻഫോ ബട്ടൺ, അതുപോലെ തന്നെ മെനു ബട്ടണും പിന്നീട് ഒരു മോഡ് സെലക്ഷൻ ബട്ടണും ഉണ്ട്. ഈ മോഡ് സെലക്ഷനിലേക്ക് നമ്മൾ വരാം. ഈ മോഡ് സെലക്ഷൻ ബട്ടൺ നമ്മളൊന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏത് മോഡാണ് വേണ്ടതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ക്യാമറയെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് Canon ക്യാമറ കണക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് വെച്ച് നമ്മൾ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഷൂട്ട് ചെയ്യാനായിട്ടും ഇതിനകത്തുള്ള ഫയൽസൊക്കെ കോപ്പി ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു ക്യാമറ വെച്ച് ലൈവ് സ്ട്രീം ചെയ്യാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ലൈവ് സ്ട്രീം ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ജസ്റ്റ് നമ്മുടെ കണക്ഷൻ ബട്ടൺ അമർത്തുന്ന സമയത്ത് നമുക്ക് 2-3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് കണക്ട് ടു സ്മാർട്ട് ഫോൺ, അതിനുശേഷം കണക്ട് ടു വയർലെസ്. പിന്നീട് നിങ്ങൾക്ക് ക്ലൗഡിലോട്ട് എടുക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ തൊട്ട് താഴെ വരുന്നതാണ് ലൈവ്. ഈ ലൈവ് ബട്ടൺ എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ ഈ ക്യാമറയ്ക്കകത്ത് നമ്മുടെ വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റും. വൈഫൈ കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ ലൈവ് സ്ട്രീം ചെയ്യാം. ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണാം, ഇതിനകത്തുള്ള കാർഡ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. നമ്മുടെ പണ്ടത്തെ ഫോണുകളിലൊക്കെ ഇടുന്നത് പോലെയുള്ള മൈക്രോ SD കാർഡ് സ്ലോട്ടാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ മൈക്രോ SD കാർഡ് ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി തന്നെ നിങ്ങൾ ഇതിനകത്ത് വാങ്ങിച്ചിടണം. എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു UHD 4K 30 FPS നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റൂ. Canon ഈ ഒരു ക്യാമറയ്ക്കകത്ത് ഒരു ഒമ്നി ഡയറക്ഷണൽ മൈക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് സബ്ജക്റ്റിനെയാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു സബ്ജക്റ്റിൻ്റെ അകത്തുനിന്നുള്ള കംപ്ലീറ്റ് ഓഡിയോ നല്ല ക്വാളിറ്റിയിൽ ക്യാപ്ചർ ചെയ്തെടുക്കും. ഇതെങ്ങനെയാണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് ഇങ്ങനെ പ്ലേസ് ചെയ്യുക കംഫർട്ടബിൾ ആയിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെയാണോ റെക്കോർഡ് ചെയ്യേണ്ടത് അങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ടിലുള്ള ബട്ടൺ ഇല്ലേ, റെഡ് കളർ ബട്ടൺ, അത് അമർത്തുന്ന സമയത്ത് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവും. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ ഓടിയും ചാടിയൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ പല മൂവി മോഡുകളുണ്ട് ഇതിനകത്ത്. സ്റ്റെബിലൈസ്ഡ് മോഡുണ്ട്, അൺസ്റ്റെബിലൈസ്ഡ് മോഡുണ്ട്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന മോഡുണ്ട്. സോ നിങ്ങൾക്ക് ലോ ലൈറ്റ് സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. ആൻഡ് ഈ ഒരു ക്യാമറയ്ക്കകത്ത് എടുത്ത വീഡിയോ വിഷ്വൽസിൻ്റെ സാമ്പിൾസ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ലൈവ് ലിങ്ക്. നിങ്ങൾക്ക് അതെടുത്ത് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വിഷ്വൽസ് മൊത്തം നമ്മുടെ ഈ ഒരു ക്യാമറയിൽ എടുത്തതാണ്. കുറച്ച് ക്രിയേറ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല ഡൈനാമിക് റേഞ്ചൊക്കെ അറിഞ്ഞ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിഡിലുമായിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പല സിറ്റുവേഷനിലും ഒരു ഗോ ടു
ക്യാമറയാണ്. കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് എടുക്കുക, നമ്മുടെ ഫോൺ പോലെ തന്നെ റെക്കോർഡ് ബട്ടൺ ഓൺ ആക്കുക, സംസാരിക്കുക, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അന്യായ ക്വാളിറ്റിയാണ്. ഇനി നിങ്ങൾക്ക് വെർട്ടിക്കൽ വീഡിയോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വെർട്ടിക്കലായിട്ട് ഷൂട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് വെർട്ടിക്കൽ വീഡിയോയും കിട്ടും. റിയൽ ടൈം ആയിട്ട് നല്ല ഹൈ ക്വാളിറ്റി ചെറിയൊരു ഡിസ്പ്ലേക്കകത്ത് നിങ്ങളെ കാണാൻ പറ്റുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ്. എല്ലാ സിറ്റുവേഷനും ഓക്കെ ആണോ, നമ്മൾ സംസാരിക്കുന്നതൊക്കെ കറക്റ്റ് ആണോ, ലൈറ്റൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളതെല്ലാം നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതൊരു ടച്ച് സ്ക്രീനുമാണ്, സോ ഇറ്റ്സ് ഈസി. സോ ഈ ഒരു ക്യാമറയുടെ കറണ്ട് പ്രൈസ് ഞാൻ താഴെ മെൻഷൻ ചെയ്തിരിക്കാം. ആൻഡ് ഈ ഒരു ക്യാമറ വാങ്ങാനായിട്ടുള്ള ഡീലേഴ്സിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വളരെ ചെറിയൊരു വീഡിയോ ആണ്, ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു ക്യാമറയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇൻ കേസ് ഇതേപോലുള്ള ക്യാമറ റിവ്യൂസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ, കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.